കുട്ടികൾ ചോദിക്കുന്നതെല്ലാം വാങ്ങി നൽകുന്നവരാണോ നിങ്ങൾ? അങ്ങനെയുള്ളൊരു ശീലമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പലപ്പോഴും നമ്മൾ മാതാപിതാക്കൾ ചിന്തിക്കാറുള്ളത് നമുക്ക് ലഭിക്കാത്ത സൗകര്യങ്ങളെല്ലാം എൻ്റെ സ്വന്തം മോൾക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് നൽകണം എന്നൊക്കെയാണ്. കുട്ടികൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉടനെ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി നൽകുന്നത് അവരിൽ ഒരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ കാത്തിരിക്കാനുള്ള കഴിവ് ഇല്ലാതെയാക്കുന്നു എന്നാണ്. കുട്ടികള് അവരുടെ എല്ലാ ആവശ്യങ്ങളും അപ്പപ്പോ തന്നെ പൂർത്തീകരിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മനോബലം കുറയുകയാണെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത്. ഭാവിയില് ജീവിതത്തില് ഇല്ല അല്ലെങ്കിൽ നോ എന്ന് കേൾക്കാനായിട്ട് അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ഈ നോ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ഒരു പരാജയം ഫേസ് ചെയ്യാനോ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. പിന്നീട് ഡിപ്രഷനിലേക്കോ മറ്റു മാനസിക സമ്മർദ്ദങ്ങളിലേക്കോ അവരെ നയിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് നൽകേണ്ടത് അവരുടെ ഇഷ്ടങ്ങളല്ല, മറിച്ച് അവർക്ക് ഹിതമായത് അല്ലെങ്കിൽ ആവശ്യമായ കാര്യങ്ങളാണ്, അഥവാ ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഉദാഹരണം പറഞ്ഞ, സ്കൂളിലെ ഫീസ് നൽകാൻ കയ്യിൽ പണം ഉണ്ടായിട്ടും മറ്റു കുട്ടികൾ ഫീസ് നൽകി കഴിയുന്നത് വരെ തന്റെ മകനെ കാത്തിരിക്കാൻ പഠിപ്പിച്ച ഒരു അച്ഛനുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കുട്ടിക്ക് വേണ്ട ക്ഷമയും കാത്തിരിക്കാനുള്ള കരുത്തുമാണ് ഞാൻ അതുകൊണ്ടിട്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഫീസ് കുറച്ച് ഡിലേ ആക്കി കൊടുത്തത്. ഇന്നു മുതൽ നമുക്കും ചില കാര്യങ്ങൾ ശീലാക്കാം. കാത്തിരിക്കാനായിട്ട് പഠിപ്പിക്കുക. നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. ഒരു വസ്തു വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ഉടനെ വാങ്ങി നൽകാതെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് മാത്രം വാങ്ങി നൽകാനായിട്ട് ശ്രദ്ധിക്കുക. മിതത്വം ശീലമാക്കുക. നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും അത് അനാവശ്യമായിട്ട് ചെലവാക്കാതെ മിതമായിട്ട് ജീവിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. 3, നോ പറയാൻ ശീലിക്കുക. കുട്ടികളുടെ അനാവശ്യമായിട്ടുള്ള വാശികൾക്ക് മുന്നിൽ ഉറച്ച നിലപാടെടുക്കുക. നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ട യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം സമ്പത്ത്, പണം അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നുമല്ല, മറിച്ച് പ്രതിസന്ധികൾ നേരിടാനുള്ള അവരുടെ മാനസിക കരുത്താണ്. അതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം വാങ്ങി നൽകുന്നതിന് മുമ്പ് ചിന്തിക്കുക, ഇത് അവർക്ക് ഗുണമാണോ അതോ ദോഷമാണോ? പണം വേണ്ട എന്നുള്ളതല്ല, പക്ഷെ പണത്തോടൊപ്പം അവരിലൊക്കെ വേണ്ട കുറച്ച് മനോബലമുണ്ട്. അതും കൂടി വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ അവരോടൊപ്പം സഞ്ചരിക്കേണ്ടതുണ്ട്.